ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആസ് യൂഷ്വൽ അത്താഴത്തിന് നമ്മൾ ദോശയാണ്, പിന്നെ കോഴിമുട്ടയും ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഉപ്പേരി പരുവം ആ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് കറക്റ്റ് എന്താ പറയുകയെന്നറിയില്ല. പിന്നെ നല്ലൊരു അടിപൊളി പാൽ ചായയും കുടിച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു ഹെയർ പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. പകൽ സമയമാണ്. അപ്പോൾ പറമ്പിലുള്ള അത്യാവശ്യം സകല ഇലകളും പറിച്ചെടുത്തിട്ടുണ്ട്. പേരയ്ക്ക ഉണ്ട്, പിന്നെ കഞ്ഞിക്കൂർക്കയുടെ ഇല ഉണ്ട്, തുളസി ഇല ഉണ്ട്, ഉലുവ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു കോഴിമുട്ടയുടെ വെള്ള കുറച്ച് മാത്രം കേട്ടോ, ഒരു 2-3 ടേബിൾ സ്പൂൺ അങ്ങനെ അടിച്ചെടുത്ത് ഒഴിക്കാൻ നോക്കിയപ്പോഴാണ് അലോവേര ജെല്ല് ചേർക്കാൻ മറന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് ഒരു തുണിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് അരിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. ഡയറക്റ്റ് യൂസ് ചെയ്യാം, പക്ഷേ അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുടിയിലാകെ പൊടി പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുക്കുന്നതാണ് ബെറ്റർ. ഈ പ്രോസസ്സ് മടിയുള്ളവർക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. അങ്ങനെ അത് കുറച്ച് നേരത്തെ മെനക്കെടുള്ള പണിയാണ്. അതൊക്കെ കഴിഞ്ഞു. ആദ്യം ഞാൻ കുറച്ച് ഒരു ഫേസ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐസ് ക്യൂബാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐസ് ട്രേയിൽ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ അത് ഫ്രീസർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ നല്ല മഴയുണ്ടെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ പോയി. നമ്മളൊന്ന് പുറത്ത് പോയതായിരുന്നു, അക്ഷയയിൽ പോകാണ്ടായിരുന്നു, പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാണ്ടായിരുന്നു. അതൊന്നും പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോൾ ഇക്കാക്ക് പുറത്ത് പോകാണ്ടായിരുന്നു. സോ നോമ്പറക്കാനുള്ള സാധനങ്ങൾ പാത്രത്തിൽ കൊടുത്തു വിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്, വാട്ടർമെലൺ, മുസമ്പി, മുന്തിരി, അങ്ങനെ നമ്മൾ നോർമലി ഉണ്ടാകുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാക്ക കൊണ്ടുപോകാനുള്ള പാത്രത്തിലാക്കി. പിന്നെ നമുക്കിവിടെ കഴിക്കാനുള്ളത് അതും അങ്ങനെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആക്കി പൈനാപ്പിൾ ജ്യൂസ് കുപ്പിയിലാക്കി. കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഫ്രീ ടൈമിൽ നമ്മൾ അസൈൻമെൻറ്റ് എഴുതലാണ് അപ്പോൾ മെയിൻ പരിപാടി. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നലീസ ഉണ്ടാക്കി. ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്, ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ചും കൂട്ടിയിട്ട് കഴിച്ചു.